ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഓസിലേറ്റർ സർക്യൂട്ട്സാണ്. ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് എന്താണ്, ആ ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വ്യത്യസ്തമായിട്ട് നമ്മുടെ 5th സെം ഫിസിക്സ് കോറിൽ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഓസിലേറ്റർ എന്താണ്, ഒരു ഇലക്ട്രിക്കൽ ഓസിലേഷന് വരുന്ന ഫ്രീക്വൻസികൾ, അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളെന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ഫ്ലാഷ് ബാക്ക് പോലെ ഒന്ന് പറയുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞൊരു സാധനം. എന്താണ് ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു ചാർജഡ് കപ്പാസിറ്ററും ഇൻഡക്റ്റൻസും കൂടി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കണക്ഷനെയാണ് അല്ലെങ്കിൽ ആ സർക്യൂട്ടിനെയാണ് നമ്മളൊരു ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ ടാങ്ക് സർക്യൂട്ടാണ് ആക്ച്വലി ഫ്രീക്വൻസിയെ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഫ്രീക്വൻസിയെ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ F=1/2π√LC, where L is the coefficient of self-inductance and a capacitor, C is the capacitance of the condenser. ഈ ഫ്രീക്വൻസി വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ കുറേ പോരായ്മകളെ കുറിച്ച് പഠിച്ചു. എന്താണ് പോരായ്മ? മെയിനായിട്ട് ഈ ടാങ്ക് സർക്യൂട്ടിൽ വരുന്ന ഫ്രീക്വൻസി അത് വാനിഷ് ചെയ്ത് പോവും. അത് ഡാംപ്ഡ് ഓസിലേഷൻസ് ആണ് എന്ന് പറഞ്ഞ് പഠിച്ചു. അതിൻ്റെ ഫ്രീക്വൻസി, കാരണം ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് വരുന്ന അതിൽ വരുന്ന റെസിസ്റ്റൻസിൻ്റെ പ്രസൻസ് കൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് ഓൾ ഓൺ എ സഡൻ ആ ഫ്രീക്വൻസി ഇല്ലാണ്ടാവാണ്, അല്ലെങ്കിൽ ആ ഓസിലേഷൻ ഡൈ ഔട്ട്, വാഷ് ഔട്ട് ചെയ്യുകയാണ്. ആ സിറ്റുവേഷനാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. അതിന് മാറ്റിയെടുക്കാൻ നമ്മൾ ചെയ്ത മെത്തേഡ് ഈ ഡാംപ്ഡ് ഓസിലേഷൻസിനെ അൺഡാംപ്ഡ് ഓസിലേഷൻസാക്കി മാറ്റാനുള്ള മെത്തേഡ്. അവിടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ച ആംപ്ലിഫയറുകൾ, നെഗറ്റീവ് ഫീഡ്ബാക്ക്, ആ കണ്ടീഷൻസ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടെ നമ്മൾ കൊണ്ടുവന്നിരുന്നു ഒരു ഓസിലേഷൻസോ അല്ലെങ്കിൽ ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഡാംപ്ഡാക്കി മാറ്റണമെങ്കിൽ എവിടെയാണോ എനർജിയിൽ ലോസ് വരുന്നത്, ഓരോ സ്റ്റേജിലും ഓരോ ഓസിലേഷനിലും വരുന്ന ലോസ് എത്രയാണെന്ന് നോട്ട് ചെയ്ത് ആ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള എനർജി കൊടുക്കുന്നു. ഈ എനർജി കൊടുക്കുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്താണെന്ന്. We have studied the two types of feedback amplifiers, the negative feedback amplifier and the positive feedback amplifier. Negative feedback amplifier എന്ന് പറഞ്ഞാൽ ആ ഔട്ട്പുട്ടിൽ ഒരു ഫ്രാക്ഷൻ എടുത്ത്, ഒരു പോർഷൻ എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. വിത്ത് ഫേസ് ചേഞ്ച് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ കൊടുത്താൽ ഇൻപുട്ടിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യപ്പെടുകയും ഗെയിൻ റെഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. എങ്കിലും നമ്മളത് പ്രിഫർ ചെയ്ത് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ക്വാളിറ്റി കൂടും, ഇൻപുട്ട് ഇമ്പിഡൻസിന് മാറ്റം വരും, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, നോയ്സ് ലെവൽ കുറയും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചു. ആ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ എല്ലായ്പ്പോഴും എല്ലാ ആംപ്ലിഫയറിലും നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നു പഠിച്ചു. പക്ഷെ പോസിറ്റീവിനെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് ഔട്ട്പുട്ടിൻ്റെ ഒരു ഫ്രാക്ഷൻ എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കുമ്പോൾ അത് സെയിം ഫേസിലേക്ക് ആവുക. 0 ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ 360 ഡിഗ്രി ഫേസ് ഡിഫറൻസിലേക്ക് ആ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ആ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് 360 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ നമ്മൾ കൊടുക്കുമ്പോൾ സെയിം ഫേസായി ഇൻപുട്ട് ആഡ് ചെയ്യപ്പെടുന്ന അവസ്ഥയായി. ഇൻപുട്ട് ആഡ് ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ഗെയിൻ കൂടും. പക്ഷേ ഗെയിൻ കൂടിയാലും അതിൻ്റെ ക്വാളിറ്റിയിൽ കുറവ് വരുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് ഇത്രയും കൂടി മോശമായിട്ട് മാറുമെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്കിനെ നമ്മൾ മാറ്റി നിർത്തിയെങ്കിലും ഇവിടെ നമുക്ക് ആവശ്യമുള്ളൊരു കേസാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഓസിലേഷൻസിനെ, ടാങ്ക് സർക്യൂട്ടിൽ വരുന്ന ഡാംപ്ഡ് ഓസിലേഷൻസിനെ അൺഡാംപ്ഡ് ഓസിലേഷൻസാക്കി മാറ്റാൻ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ അതിൻ്റെ കണ്ടീഷൻ്റെ ഓസിലേഷൻ ആവാനുള്ള കണ്ടീഷൻ നമ്മൾ വെച്ചിരുന്നു. AV = 1 - AV = A/1 - MV × AV എന്ന് പറയുന്ന ഈ ഫീഡ്ബാക്കിൻ്റെ AVF = this. ഈ ഫോർമുലയിൽ ഡിനോമിനേറ്ററിൽ 0 വരിക, അല്ലെങ്കിൽ 1 = MV × AV വരിക, ഓർ AV = 1/MV എന്ന് പറയുക. ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് ഇല്ലാതെ തന്നെ ഔട്ട്പുട്ട് ഉണ്ടാകും. ഒരു ഓസിലേറ്ററിൻ്റെ പ്രത്യേകത അതാണ്. വിത്തൗട്ട് എനി ഇൻപുട്ട് വി ജനറേറ്റ് the output of desired frequency depending on the values of L and C.
അപ്പോൾ ഏത് ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് നമ്മൾ ഉണ്ടാക്കാൻ ചെയ്യുന്നത് ദർ ഈസ് നോ ഇൻപുട്ട്, വിത്തൗട്ട് എനി ഇൻപുട്ട്. അപ്പോൾ നമുക്ക് ചോദ്യം വരാം, വിത്തൗട്ട് എനി ഇൻപുട്ട്, ഒന്നുമില്ലായ്മയിൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. മന്ത്രമല്ല, മായമല്ല, മായാജാലമല്ല, ഇൻപുട്ടില്ലാതെ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു. എങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു? ഈ ടാങ്ക് സർക്യൂട്ടിൻ്റെ സൂത്രപ്പണി ഉപയോഗിച്ച് കൊണ്ടുവരുന്നു. ക്വസ്റ്റ്യൻ വരണം മനസ്സിൽ. ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരണം, ചിന്തിക്കാം. ഒരു ഓസിലേറ്റർ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു? വിത്തൗട്ട് എനി ഇൻപുട്ട് വി ജനറേറ്റ് ദി ഔട്ട്പുട്ട്. ആ സർക്യൂട്ടുകളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓസിലേറ്റർ സർക്യൂട്ട്സ്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യാവുന്ന സർക്യൂട്ടുകൾ. ഞാൻ 2 സർക്യൂട്ടുകൾ ഇപ്പോൾ ഒരേ ഓർഡറിൽ വരുന്ന 2 സർക്യൂട്ടുകൾ നമുക്ക് പഠിക്കാനുള്ള നോക്കാം. ഒന്ന് ഹാർട്ട്ലി ഓസിലേറ്റർ, വേറൊന്ന് കോൾപിറ്റ്സ് ഓസിലേറ്റർ. ഹാർട്ട്ലി ഓസിലേറ്ററും കോൾപിറ്റ്സ് ഓസിലേറ്ററിലും ഉപയോഗിക്കുന്ന രീതികൾ ഞാൻ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരാണ്. സർക്യൂട്ട് നമ്മളൊരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്താണെന്ന് പഠിച്ചു. സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, അതിനാവശ്യമുള്ള കമ്പോണൻസ് എല്ലാം വെച്ച് ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് വെക്കുന്നു. R1, R2, RC, RE, CE. ഇവിടെ കപ്ലിംഗ് വരുന്നു. ഇവിടെ ഇൻപുട്ട് കപ്പാസിറ്റർ വരുന്നു. ഇവിടെ NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് പ്ലസ് VCC ഇവിടെയും ഇവിടെ ഗ്രൗണ്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഈ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ ഓസിലേറ്ററാക്കി മാറ്റാൻ ഓസിലേറ്റർ കേസിൽ നമുക്കൊരു ടാങ്ക് സർക്യൂട്ട് വേണം. അതോടൊപ്പം തന്നെ ഫീഡ്ബാക്ക് വേണം. ഇത് രണ്ടും ഒപ്പിച്ചെടുക്കാൻ ചെയ്യുന്ന സൂത്രം ഹാർട്ട്ലി ചെയ്തത് 2 കോയിലുകൾ. ഈ 2 കോയിലുകൾ ഒരു കപ്പാസിറ്റർ, 2 ഇൻഡക്റ്റൻസ് കോയിലും ഒരു കപ്പാസിറ്റൻസും, സേ L1 ആൻഡ് L2. ഈ L1ൻ്റെ L2ൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ ഗ്രൗണ്ട് ചെയ്യണം. ഈ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ഇപ്പുറത്ത് നിന്ന് ഞാൻ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. നോക്കൂ, എക്സ്റ്റേണലായിട്ടുള്ള യാതൊരു ഇൻപുട്ടും ഇല്ല, പകരം ഈ വോൾട്ടേജിന് എടുക്കുകയാണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് കപ്പാസിറ്റർ ഇപ്പുറത്ത് വരച്ചു. ഓക്കെ, ഇതാണ് CC എന്ന് പറയുന്ന കപ്പാസിറ്റർ. ഇവിടെ ഗ്രൗണ്ടിനും കപ്പാസിറ്ററിനിടയ്ക്ക് ഐ ടേക്ക് ദി ഔട്ട്പുട്ട്. സർക്യൂട്ട് നോക്കിയാൽ this is the tank circuit of a Hartley oscillator. That tank circuit consists of 2 inductance coils and 1 capacitor, L1, L2, and the capacitor is C. Here, this part, the voltage across L2 is tapped and given to the input. നോക്കൂ, ഇതിലേക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ഈ പോയിന്റിൽ നിന്നാണ് എടുത്ത് നമ്മുടെ ഇൻപുട്ട് കപ്പാസിറ്റർ മുഖേന അതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുക്കുന്നത്. ഇതെങ്ങനെയാണത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവണമെന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാകണം. നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ആക്ഷനിൽ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് പഠിച്ചിരുന്നു, ദർ ഈസ് എ ഫേസ് റിവേഴ്സൽ. ട്രാൻസിസ്റ്റർ ആക്ഷൻ കൊണ്ട് മാത്രം 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുന്നു. ആ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിനോടൊപ്പം തന്നെ ഈ ടാങ്ക് സർക്യൂട്ടിൻ്റെ ഇവിടെ ഇൻഡക്റ്റൻസ് കോയിലിൻ്റെ അക്രോസും 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരാണ്. ദാറ്റ് മീൻസ് ഇറ്റ് പ്രൊഡ്യൂസസ് 360 ഈസ് ഇക്വലന്റ് ടു 0 ഡിഗ്രി ഫേസ് ഡിഫറൻസ്, ഓർ ദേ ആർ ഇൻ സെയിം ഫേസ്. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കായിട്ട് സെയിം ഫേസിൽ വരുന്ന ഒരു വോൾട്ടേജ് ഞാൻ ഈ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ഔട്ട്പുട്ട് എടുക്കുന്നത് എവിടെ നിന്നാണ് നോക്കി? നമ്മുടെ പഴയതുപോലെ തന്നെ കളക്ടറിൽ നിന്ന് എടുക്കുന്നു. കളക്ടറിൽ നിന്ന് എടുക്കുമ്പോൾ ഫലത്തിൽ വരുന്നത് ഈ L1 അക്രോസ് വരുന്ന വോൾട്ടേജാണ് ഔട്ട്പുട്ടിൽ വരിക. കാരണം L1 ഈ എൻഡ് ഗ്രൗണ്ടാണ്, ഈ എൻഡാണ് ഇവിടേക്ക് എടുത്തിരിക്കുന്നത്. DC നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഒരു കപ്പാസിറ്റർ വെച്ചു. അപ്പോൾ AC പാർട്ട് ഓസിലേഷൻസ് വന്നു. ആ ഓസിലേഷൻസിൻ്റെ ഫ്രീക്വൻസി, ദാറ്റ് ഫ്രീക്വൻസി ഈസ് ആസ് യൂഷ്വൽ 1/2π × LC. ഇവിടെ LC എന്ന് പറയുമ്പോൾ L എന്താണെന്നുള്ളതാണ്.
സിമ്പിൾ ടാങ്ക് സർക്യൂട്ടിലാണെങ്കിൽ ഒരു ഇൻഡക്റ്റൻസ് കോയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണെങ്കിലോ 2 ഇൻഡക്റ്റൻസ് കോയിലുണ്ട്. ആ 2 ഇൻഡക്റ്റൻസ് കോയിലുകളുടെ ഇഫക്റ്റീവ് വാല്യൂ ആണ് അതിൻ്റെ ടോട്ടൽ കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. വാല്യൂ ഫോർമുല നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. 2 കോയിലുകൾ നമ്മൾ കപ്പിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് ഇഫക്റ്റീവ് ഇൻഡക്റ്റൻസ് ഈസ് L1 + L2 + 2M, where M is called the coefficient of mutual inductance. ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ, വളരെ അടുത്ത് മേലേക്ക് മേലെ വൈൻഡ് ചെയ്യുന്ന കേസൊക്കെ ആണെങ്കിൽ, സിംപ്ലി ഇത് L1 + L2 മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അതർവൈസ് if M is given, you can substitute the value of M and find out the resultant or net value of the coefficient of self-inductance. Otherwise, we neglect the coefficient of mutual inductance M. It is L1 + L2 ഓൺലി. കണ്ടീഷൻ എമ്മിനെ പറ്റി നമ്മൾ മിണ്ടുന്നില്ല. എം ഇതില്ല, വളരെ മേലേക്ക് മേലെ വൈൻഡ്. സാധാരണ ട്രാൻസ്ഫോർമറിൻ്റെ കേസിലൊക്കെ ഒരു കോയിലുകളുണ്ടെങ്കിൽ ആ കോയിലുകളുടെ മേലേക്ക് മേലെയായിരിക്കും രണ്ടാമത്തെ സെക്കൻഡറി കോയിലും വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിധത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല. യു തിങ്ക് അബൌട്ട് ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഇതിൽ എന്തുമാത്രം ഫീഡ്ബാക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ പഠിച്ചിട്ടുണ്ട്. പോർഷനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിൻ്റെ എന്തുമാത്രം പോർഷൻ വരുന്നുണ്ട്. ഈ എഫ് ബൈ ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഈസ് EF ഡിവൈഡഡ് ബൈ EO. ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും തമ്മിലുള്ള, ഇൻപുട്ടിലേക്ക് കൊണ്ടുവരുന്ന ഫ്രാക്ഷനും തമ്മിലുള്ള റേഷ്യോ. ഇവിടെ L2 ക്രോസുള്ള വോൾട്ടേജാണ് ബാക്കിലേക്ക് കൊണ്ടുവന്നത്. L2 ക്രോസുള്ള വോൾട്ടേജ്, അതിൻ്റെ റെസിസ്റ്റൻസോ കാര്യങ്ങളൊന്നും അറിയില്ല, എങ്കിലും കറൻറ്റിൻ്റെ വാല്യൂ അറിയില്ല. ഞാൻ XL2 എന്ന് എഴുതട്ടെ. റെസിസ്റ്റൻസ് ഓർ റിയാക്റ്റൻസ് ഓഫ് ദി കോയിൽ, എന്ത്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓഫ് ദി കോയിൽ 2 ഇൻറ്റു ദ കറൻറ്റ് ബൈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓഫ് ദ കോയിൽ നമ്പർ 1. കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫലത്തിൽ L1 ക്രോസ് വരുന്ന വോൾട്ടേജാണ് അവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിധത്തിൽ കിട്ടി. ഈ വാല്യൂ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് നമുക്കറിയാം L ഒമേഗ എന്നാണ്. L2 × ഒമേഗ, L1 × ഒമേഗ, or this is L2 / L1, or the feedback fraction is L2 / L1. എവിടെ എഴുതണമെന്ന് നോക്കട്ടെ. L1 L2 അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ഓർഡർ മാറേണ്ടി വരും. മുകളിൽ L1, താഴെ L2. അങ്ങനെയാണെങ്കിൽ ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഈസ് L2 / L1. അപ്പോൾ ആ ഫീഡ്ബാക്ക് ഫ്രാക്ഷനും ഗെയിനും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ബാർക്കോസൻ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യാവുന്ന വിധത്തിലുള്ള വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിമ്പിൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ടാങ്ക് സർക്യൂട്ട് കൊടുത്ത്, ഏതാ ടാങ്ക് സർക്യൂട്ട്? ഇതിൽ ഈ പാർട്ട്, ഇങ്ങനെ ഒരു ടാങ്ക് സർക്യൂട്ട് കൊടുത്ത് അതിന് എനിക്ക് ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ആക്കാം. അത് മെഗാ ഹെഡ്സ് ആയിക്കോട്ടെ, ജിഗാ ഹെഡ്സ് ആയിക്കോട്ടെ, ഏത് ഫ്രീക്വൻസി വേണോ അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഇൻഡക്റ്റൻസ് കോയിലും കപ്പാസിറ്റൻസ് എടുത്താൽ മതി. അപ്പോൾ ഈസിയായി. ഇതാണ് ഹാർട്ട്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡിസൈൻ ചെയ്ത ഒരു സിമ്പിൾ ഓസിലേറ്റർ സർക്യൂട്ട്. അപ്പോൾ നമ്മുടെ കോൾപിറ്റ് എന്ന് പറയുന്ന ആശാന് തോന്നി, എന്തുകൊണ്ട് ഇങ്ങനൊരു ടാങ്ക് സർക്യൂട്ട് ഉണ്ടാക്കുന്നതിന് പകരം 2 ഇൻഡക്റ്റൻസ് കോയിലും ഒരു കപ്പാസിറ്ററിന് പകരം 1 ഉൾട്ടടിക്കുക. 2 ഇൻഡക്റ്റൻസും ഒരു കപ്പാസിറ്ററിന് പകരം 2 കപ്പാസിറ്ററും 1 ഇൻഡക്റ്റൻസും ഉണ്ടാക്കിയാൽ എന്താണ്? ഒരു കുഴപ്പമില്ല, നമുക്കുണ്ടോ ഒബ്ജക്ഷൻ? ഒരു കുഴപ്പമില്ല. അപ്പോൾ അയാൾ വേറൊരു വിധത്തിൽ ഒരു ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നു. ഹാവിങ് 2 കപ്പാസിറ്റേഴ്സ് ആൻഡ് 1 ഇൻഡക്റ്റൻസ് കോയിൽ എന്നിട്ട് ഡിസൈൻ ചെയ്തിട്ട് ആളുടെ പേരിട്ടു. അതാണ് കോൾപിറ്റ്സ് ഓസിലേറ്റർ. അപ്പോൾ എന്തായിരിക്കും കോൾപിറ്റ്സ് ഓസിലേറ്റർ? ടാങ്ക് സർക്യൂട്ടിൽ മാത്രമേ മാറ്റുള്ളൂ. ബാക്കി എല്ലാം പഴയതുപോലെ ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. അത് ഞാൻ വീണ്ടും വരയ്ക്കുകയാണ് ഇവിടെ കേട്ടോ. ഇവിടെ എടുക്കുന്നു വോൾട്ടേജ് ഡിവൈഡർ R1 R2, ഇവിടെ RC RE CE, ഇവിടെ Cin കപ്പാസിറ്റർ. ഇവിടെ നമ്മളുടെ ടാങ്ക് സർക്യൂട്ടിൽ
ടാങ്ക് സർക്യൂട്ടിൽ 2 കപ്പാസിറ്റർ വരയ്ക്കുക, 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്റ്റൻസ് കോയിലും. ദിസ് ഈസ് ദ ടാങ്ക് സർക്യൂട്ട്. അതിൻ്റെ മിഡിലെടുത്ത് എർത്ത് ചെയ്ത പോയിന്റിലേക്ക് കൊടുക്കുന്നു. ഇത് C1, മുകളിൽ 1, പിന്നെ താഴെ C2, ഇത് L. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഒരു കപ്പാസിറ്റർ കൊടുത്തു. ഇതാണ് ഔട്ട്പുട്ട്. ഇൻപുട്ടിലേക്ക് ഫ്രാക്ഷൻ കൊടുക്കേണ്ടത് എവിടുന്ന? ഈ C2 അക്രോസ് വരുന്നത് എടുത്ത് നേരെ എവിടേക്ക് കൊടുത്തു? അതിലേക്ക്. വ്യത്യാസം ഉണ്ടോ നോക്കിയാൽ? സി ഔട്ട്പുട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സി ഹാർട്ട്ലി ഓസിലേറ്ററും കോൾപിറ്റ്സ് ഓസിലേറ്ററും ഞാൻ ഒരുമിച്ച് വരയ്ക്കുന്നതിന് കാരണം വരച്ച് പഠിക്കാൻ ഇതാണ്. ഓൺലി ദ ഡിഫറൻസ് ഈസ് ഇൻ ടേംസ് ഓഫ് ദി കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്റ്റൻസ്. കോൾപിറ്റ്സ് ഓസിലേറ്റർ സി ഓർത്ത് വെച്ചാൽ മതി. കോൾപിറ്റ് എന്നുള്ളതിൻ്റെ സി 2 സി ഉണ്ട്, 2 കപ്പാസിറ്റേഴ്സാണ്, ഒരു ഇൻഡക്റ്റൻസ് കോയിൽ. ഇവിടെയോ ഹാർട്ട്ലി 2 L, 2 ഇൻഡക്റ്റൻസ് കോയിലും ഒരു കപ്പാസിറ്ററും. ഇവിടെ 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്റ്റൻസ് കോയിലും. ഓൺലി ദാറ്റ് ഡിഫറൻസ്. ആ ഡിഫറൻസിന് ബേസ് ചെയ്ത് നമുക്ക് ഫ്രീക്വൻസി പറയാൻ പറ്റും. ആസ് യൂഷ്വൽ ഫ്രീക്വൻസി എന്താ വരുന്നത്? അതിൻ്റെ ഫ്രീക്വൻസിയുടെ ജനറൽ ഫോർമുല ടാങ്ക് സർക്യൂട്ട്. ടാങ്ക് സർക്യൂട്ടിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2π × LC. 1/2π × LC എന്ന് പറയുന്നത് ഈ കേസിൽ 1/2π × L × C or C total എന്ന നിലയ്ക്ക് CT എന്ന് എഴുതാം. വേർ C is the effective, CT is the effective capacitance of C1 and C2. C1 ഉം C2 ഉം സീരീസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് effective capacitance is C1 C2 by C1 plus C2. യെസ്. അപ്പോൾ ഫ്രീക്വൻസിക്കുള്ള വ്യത്യാസം ഫോർമുല പഴയത് തന്നെ. പക്ഷേ ഈ സിറ്റുവേഷനിൽ സി ഒന്ന് മാറ്റി, ഹാർട്ട്ലിക്കാണെങ്കിൽ എല്ലൊന്ന് മാറ്റി. ഇത്രയും വ്യത്യാസമുള്ളൂ. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നോക്കിയാലോ. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ C2 അക്രോസാണ് ഞാൻ ബാക്കിലേക്ക് കൊണ്ടുവന്നത്. എവിടേക്ക്? ഇൻപുട്ട് സെക്ഷനിലേക്ക് ഞാൻ കൊണ്ടുവന്നത് ദ വോൾട്ടേജ് അക്രോസ് C2. ദ വോൾട്ടേജ് അക്രോസ് C2 ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസസ് XC2 by XC1. കറണ്ടിന് കേട്ടോ, കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ് വരെ വോൾട്ടേജ്. കറണ്ട് രണ്ടുപേർത്ത് കോമൺ ആണെന്നുള്ളതിൽ ഞാൻ കട്ട് ചെയ്ത് കളയാണ്. ഈ വിധത്തിലെടുത്തു. ദിസ് വാല്യൂ ഈസ് 1/C⍵ C2 ω by 1/C1 ω, or this is C1/C2. ഓർത്ത് നോക്കിയാൽ ഇവിടെ L2/L1 ഉം ഇവിടെ C1/C2 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 വ്യത്യാസങ്ങൾ ഓർത്ത് വെച്ചാൽ രണ്ടും തമ്മിൽ ചേട്ടനരിയനാണ്. ഒരു കുഴപ്പമില്ല. ചെറിയൊരു ഡിഫറൻസ് കപ്പാസിറ്റേഴ്സിൽ ഇൻഡക്റ്റൻസിൽ മാത്രമാണ്. 2 പേരെ നമുക്ക് ഒരേ ബഹുമാനത്തോടു കൂടി തന്നെ പഠിക്കാം. ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ. വ്യത്യാസം കൺഫ്യൂഷൻ ഇല്ലാതെ നോക്കി വെച്ചാൽ മതി. സി കോൾപിറ്റ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം നോക്കി 2 സി ഉണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. മറ്റേതിലാണെങ്കിൽ ഹാർട്ട്ലി എല്ലാണ് കൂടുതൽ വന്നിരിക്കുന്നത്. എല്ല് ഉപയോഗിച്ച് 2 എല്ലും ഇതായിട്ട് വരിക. 2 കപ്പാസിൽ ഈ 2 ഓസിലേറ്ററും നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മുടെ കാശിൻ്റെ തരം പോലെ നമ്മൾ യൂസ് ചെയ്യുക. ഇൻഡക്റ്റൻസ് കോയിലിന് വാങ്ങിക്കുക ഇത്രയും കൂടി നല്ല ഇൻഡക്റ്റൻസ് കോയിലുകളാണ് വരിക. അങ്ങനെയാണെങ്കിൽ അതിന് കപ്പാസിറ്റേഴ്സിനേക്കാളും പൈസ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഹാർട്ട്ലി ഉപയോഗിക്കാം. അല്ല, കപ്പാസിറ്റർ നമ്മുടെ കയ്യിൽ ചവർ കണക്കിന് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ യൂസ് ചെയ്യാം. എനിവേ ദേ ആർ ബോത്ത് ഈക്വലി ഗുഡ്. 2 പിന്നെ നമുക്ക് പഠിക്കാനുള്ള കേസ് ഈ സർക്യൂട്ടുകൾ. മൂന്നാമത്തെ കേസായിട്ട് വരുന്നത് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ എന്നാണ്. ട്യൂൺഡ് കളക്ടർ ചെറിയ ചെറിയ ഉപയോഗങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കേസാണ് ട്യൂൺഡ് കളക്ടർ. നമ്പർ 3. ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ. അതിൻ്റെ ആ പേരിൽ നിന്ന് തന്നെ മീനിങ് ഇതാണ്. നമ്മൾ നോക്കുക, എല്ലാത്തിനും ബേസ് എടുക്കുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിൻ്റെ സർക്യൂട്ട് ഉപയോഗിച്ച് സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറാണ് വരയ്ക്കുന്നത്. ആ ആംപ്ലിഫയറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയപ്പോൾ അതിന് നമുക്ക് ഓസിലേറ്ററാക്കി മാറ്റാൻ സാധിച്ചു. ഇവിടെ മാറ്റം വരുന്നതാണ്. കളക്ടറിൽ ഒരു ടാങ്ക് സർക്യൂട്ട് വരയ്ക്കുന്നു. കളക്ടറിൽ ഒരു ടാങ്ക് സർക്യൂട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. C1 ഉം L1 എന്ന് എഴുതാണ്. ഇവിടെ ട്രാൻസ്ഫോർമർ മുഖേന അതിൻ്റെ ഒരു പോർഷൻ എടുത്ത് പിന്നെ ബാക്കിയെല്ലാം പഴയതുപോലെ ഏത് R1 R2 RE CE എർത്ത് ചെയ്യുന്നു.
ഇവിടെ നമ്മൾ ഈ വിധത്തിലെടുത്തിരിക്കുന്നു. ഇതിലേക്ക് ഈ പാർട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവിടെ മുട്ടിച്ചിട്ടില്ല അല്ലേ, ഇവിടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ വെച്ച് ഔട്ട്പുട്ട് എടുക്കുന്നു. പ്ലസ് VCC ഇവിടെ ഗ്രൗണ്ട് ചെയ്തു. ഈ കപ്പാസിറ്ററിനെ നമുക്ക് ഒഴിവാക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഹിയർ ഇറ്റ് ഈസ് L1, ഹിയർ ഇറ്റ് ഈസ് L2. The feedback fraction is the voltage across L2. It is already given to the base. പിന്നെ നമ്മൾ വേറൊരെണ്ണം കൊടുക്കേണ്ട കാര്യമുണ്ട് ഇതുപോലെ. അപ്പോൾ ഇങ്ങനൊരു സർക്യൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ടാങ്ക് സർക്യൂട്ടാണ് ഇതിൻ്റെ മെയിൻ പിക്ചർ. പ്രധാന നടൻ ഇതാണ്. ആ ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറിയും കപ്പാസിറ്ററും കൂടി കണക്ട് ചെയ്തു. ഈ പാർട്ടിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻസിൻ്റെ ഓസിലേഷൻസിൻ്റെ ഒരു പോർഷൻ ഇൻഡക്റ്റീവ് കപ്ലിംഗ് മുഖേന ആ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ ബേസിലേക്ക് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്ത് അവിടേക്ക് വരും. ഈ ഡാംപ്ഡ് ഓസിലേഷൻസിന് എനർജി ലോസ് എത്രയുണ്ടോ ആ എനർജി ലോസ് കംപ്ലീറ്റ് കറക്റ്റ് ഫേസിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കൊടുക്കാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് അതിന് അൺഡാംപ്ഡ് ഓസിലേഷൻസ്, ഞാൻ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു, ഡാംപ്ഡ് ഓസിലേഷൻസിനെ അൺഡാംപ്ഡ് ആക്കി മാറ്റാൻ ഓരോ ഓസിലേഷൻസിൻ്റെയും സിമ്പിൾ പെൻഡുലം എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഓസിലേഷൻ്റെയും എനർജി കുറയുന്ന സമയത്ത് നമ്മൾ ചെറിയ എനർജി സപ്ലൈ ആണ് കറക്റ്റ് ഫേസിൽ കറക്റ്റായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ആ സപ്ലൈ ആണ് നമ്മളിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നടത്തുന്നത്. ഹിയർ ഓൾസോ ദ ഫ്രീക്വൻസി ഈസ് 1/2 π റൂട്ട് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ L1ഉം C1ഉം ആണ്. 1/2 π √L1 C1. ഇങ്ങനെ 3 സർക്യൂട്ടുകളാണ്, ഒരുപാട് സർക്യൂട്ടുകൾ ടാങ്ക് സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് 3 ഓസിലേറ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ള. ഇപ്പോൾ ഇഷ്ടം പോലെയൊക്കെ ഡിസൈൻ ചെയ്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ വി സ്റ്റഡി ദീസ് 3 ഓസിലേറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് ദി ടാങ്ക് സർക്യൂട്ട്. 3 കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടാങ്ക് സർക്യൂട്ടുകളാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാവുന്ന, നമുക്ക് ലബോറട്ടറിയിൽ ചെയ്യാവുന്ന എക്സ്പെരിമെൻറ്റുകളാണ് നമ്മുടെ കോൾപിറ്റ്സ് ഓസിലേറ്ററും ഹാർട്ട്ലി ഓസിലേറ്ററും. കൃത്യമായിട്ട് നമുക്ക് ചെയ്ത് നോക്കി അതിൻ്റെ കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും മാറ്റി നോക്കി ഫ്രീക്വൻസി നോക്കാം. കാത്തോഡ് റേ ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് CRO ഉപയോഗിച്ച് അതിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടും അഗ്രിയബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെരിമെൻറ്റ് ഭംഗിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഇതായിട്ട് വരുന്നു. ഈ 3 നിന്നും ചെറിയ വ്യത്യാസപ്പെട്ടതാണ് നമുക്ക് 4ാമത്തെ ഓസിലേറ്ററായിട്ട് വരുന്നത്. 4ാമത്തെ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ പ്രത്യേകത, നമ്മൾ നേരത്തെ പറഞ്ഞ ടാങ്ക് സർക്യൂട്ടോ കാര്യങ്ങളോ ഒക്കെ ഒന്നും മാറ്റി. കാരണം ടാങ്ക് സർക്യൂട്ടിൻ്റെ ചെറിയൊരു പ്രശ്നം ഇൻഡക്റ്റൻസ് കോയിലും കപ്പാസിറ്റൻസും ഒക്കെ ഉണ്ട്. ഈ ഇൻഡക്റ്റൻസ് കോയിലും കപ്പാസിറ്റൻസും ഒക്കെ ഒത്തിരി ബൾക്കി ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ കുട്ടികളൊക്കെ ഡിനോമിനേറ്ററിൽ വരുന്ന മൈക്രോ ഫാരഡിൻ്റെയോ അല്ലെങ്കിൽ മൈക്രോ മില്ലി ഹെൻറിയുടെ ഒക്കെ റേഞ്ചിലാണ് LCയും വരിക. അപ്പോൾ ഫോർമുല എടുക്കുന്ന സമയത്ത് കിലോ ഹെർട്സിലും മെഗാ ഹെർട്സിൻ്റെ റേഞ്ചിലൊക്കെയാണ് വരിക. ലോ ഫ്രീക്വൻസിക്ക് ഇത് അപ്ലിക്കബിൾ ആവില്ല. ലോ ഫ്രീക്വൻസിക്ക് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമുക്ക് എന്ത് വേണ്ടി വരും, വളരെ ഇതായിട്ട് കുറച്ച് കൊണ്ടുവരേണ്ടി വരും, കൂട്ടിക്കൊണ്ടുവരേണ്ടി വരും. കാരണം മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് മില്ലിയോ അല്ലെങ്കിൽ ആ വിധത്തിൽ വരും. അപ്പോൾ ഈ ബൾക്കി ആയിട്ടുള്ള ഇൻഡക്റ്റൻസും കപ്പാസിറ്ററും ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിനനുസരിച്ച് ഇൻഡക്റ്റൻസ് കോയിലിൻ്റെയൊക്കെ വാല്യൂവിന് മാറ്റം വരാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സൗകര്യപൂർവ്വം ഇൻഡക്റ്റൻസ് കോയിലുകളെ ഒഴിവാക്കണം. ഇൻഡക്റ്റൻസ് കോയിലുകളെ ഒഴിവാക്കി കപ്പാസിറ്ററും റെസിസ്റ്റൻസും മാത്രം ഉപയോഗിക്കുന്ന സർക്യൂട്ട്. ആ സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു RC എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് പഠിച്ചിട്ടുണ്ടോ, Rഉം Cയും വന്ന്. Rഉം Cയും മാത്രമാണെങ്കിൽ ഈ Rഉം Cയിൽ കറൻറ്റും വോൾട്ടേജും തമ്മിലുള്ള ആ ഫേസ് ഡിഫറൻസ്, അതിൽ കൊടുക്കുന്ന വോൾട്ടേജും ഫേസ് ഡിഫറൻസും തമ്മിൽ താഴ്ന്ന ക്ലാസ്സുകളിൽ +2 ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും. ദർ ഈസ് എ ഫേസ് ഡിഫറൻസ്. ഈ ഫേസ് ഡിഫറൻസിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് C. Rഉം Cയും തമ്മിലുള്ള ആ കോമ്പിനേഷനിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ആ ഫേസ് ഷിഫ്റ്റിന് തന്ത്രപൂർവം സ്യൂട്ടബിളായിട്ടുള്ള വാല്യൂസ് എടുത്ത് ഈ ഫേസ് ഡിഫറൻസ് 60 ഡിഗ്രി ആക്കി മാറ്റുക. ഒരു RC നെറ്റ്വർക്കിൻ്റെ ഫേസ് ഡിഫറൻസ് 60 ഡിഗ്രി. അങ്ങനെ ഒരു 3 RCകൾ എടുത്താലോ, 3 RCകൾ ഇതുപോലെ എടുക്കുന്നു.
ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ആഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി ആവും. അതിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുത്താൽ ഒരു ട്രാൻസിസ്റ്റർ ആക്ഷൻ കൊണ്ട് 180 ഡിഗ്രിയും ഈ RC നെറ്റ്വർക്ക് കൊണ്ട് 180 ഡിഗ്രിയും വന്നാൽ ടോട്ടൽ 360 ഡിഗ്രി ആവും. ടോട്ടൽ 360 ആയാൽ ഫേസ് ഡിഫറൻസ് 0 ആയിട്ട് മാറി, സെയിം ഫേസിലായി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സൂത്രപ്പണി ഇത്രേ ഉള്ളൂ. ഇങ്ങനെ 3 Rകളും 3 Cയും കൂടി ചേർത്ത് ഒരു RC നെറ്റ്വർക്ക് ഉണ്ടാക്കി ആ RC നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രാക്ഷൻ എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആസ് യൂഷ്വൽ, സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ തന്നെ, ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. ഓൺലി ദിസ് ചേഞ്ച് ദ RC നെറ്റ്വർക്ക്. ഇൻസ്റ്റെഡ് ഓഫ് ടാങ്ക് സർക്യൂട്ട്സ് വി യൂസ് RC നെറ്റ്വർക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക നോക്കാം. എങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക? ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വരയ്ക്കുക. യെസ്, പഴയത് തന്നെ. ഇത് നമുക്ക് എളുപ്പത്തിൽ എല്ലാ സർക്യൂട്ടിനും ഞാൻ ഒരേ മോഡൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ഹിയർ RC, R1, R2, RE, CE പ്ലസ് VCC, ഗ്രൗണ്ട്, ഇതെല്ലാം ചെയ്തു. നമ്മുടെ ടാങ്ക് സർക്യൂട്ടിന് പകരം നിൽക്കുന്നത് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? RC നെറ്റ്വർക്കുകളാണ്. എത്ര എണ്ണം? 3 Rഉം 3 Cയും. 3 CI 3 RI. അപ്പോൾ ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യുക? ഇവിടെ നിന്ന് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ഇൻപുട്ടിലൊരു കപ്പാസിറ്റർ വേണ്ടേ? കൊടുത്തു. ഇത് ഇവിടേക്ക് കൊടുക്കുന്നു. ഇത് എർത്ത് ചെയ്തു വന്നു. RC RC RC. ഔട്ട്പുട്ട് ഇവിടെ നിന്ന് എടുക്കുക. ഔട്ട്പുട്ട് ഇവിടെ നിന്ന് ഒരു കപ്പാസിറ്റർ എടുത്ത് എങ്ങനെ വയ്ക്കാം. ഇതാണ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഞാൻ വേറൊരു കപ്പാസിറ്റർ CC എന്ന് പറയുന്ന കപ്പാസിറ്റർ, എങ്കിലല്ലേ എണ്ണം തികയുള്ളൂ. ഈ കപ്പാസിറ്റർ എടുത്താൽ ശരിയാവില്ല. വേറൊരു കപ്പാസിറ്റർ ഉപയോഗിച്ച് ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദ ഡിഫറൻസ് ഈസ് ഓൺലി ദിസ്. ബാക്കിയെല്ലാം തദൈവ. ബാക്കി എല്ലാത്തിലും എല്ലാ ആംപ്ലിഫയറിലും ഉപയോഗിക്കുന്നത് ഒരേ കണ്ടീഷൻസാണ്. ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിത്ത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്. Rഉം Cയും ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ ചെറിയ പ്രശ്നം വരും. ചെറിയ പ്രശ്നം വേണമെങ്കിൽ ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യാം. നമ്മൾ ഉപയോഗിച്ചത് Rഉം Cയും തമ്മിലുള്ള നെറ്റ്വർക്കിലെ ഫേസ് ഡിഫറൻസ് 60 ഡിഗ്രി എന്നാണ്. 60 ഡിഗ്രി എല്ലാം വരുമ്പോഴല്ലേ 180 ആവുള്ളൂ. അപ്പോൾ എല്ലാം സെയിം ആവണ്ടേ? സെയിം ആയില്ലെങ്കിലും ഇവിടെ 65ഉം ഇവിടെ 55 ആയാലും ഇവിടെ 45, അങ്ങനെ മൊത്തം ടോട്ടൽ 180 ഡിഗ്രി വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേഷൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. Therefore we always use identical resistors and identical capacitors such that the phase difference of a single RC network, the phase difference produced by a single RC network is exactly 60 degree. 60 ഡിഗ്രി തന്നെ കൃത്യം വരുത്താണ്. അങ്ങനെയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് കറക്റ്റ് നമുക്ക് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിലേക്ക് കൊണ്ടുവരാം. ഇറ്റ് ഈസ് ബ്രോട്ട് ബാക്ക് ടു ദി ഇൻപുട്ട് ഓഫ് ദി ട്രാൻസിസ്റ്റർ, ടു ദ ബേസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ. ഇതാണ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഈ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസികൾ നമുക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. കമ്പാരിറ്റീവ്ലി അത് സ്റ്റേബിളായിരിക്കും വരിക. കമ്പാരിറ്റീവ്ലി എന്ന് പറയാൻ കാരണം നേരത്തെ പറഞ്ഞ ടാങ്ക് സർക്യൂട്ടുകളുടെ കേസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കാരണം ഇതിനേക്കാളും മേന്മയുള്ളൊരു സാധനം ഞാൻ പറയാമുണ്ട്. അപ്പോൾ ഇതിൽ കമ്പാരിറ്റീവ്ലി സ്റ്റേബിളായിട്ടുള്ള ഒരു ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി കിട്ടും. അതുകൊണ്ട് തന്നെ ചില കേസുകളിൽ നമുക്ക് ഇതേ വിധത്തിലുള്ള ഓസിലേറ്റർ യൂസ് ചെയ്യാം. ദാറ്റ് ഓസിലേറ്റർ ഈസ് കോൾഡ് ദ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, ഇറ്റ്സ് ഫ്രീക്വൻസി ഈസ് 1/2π RC × √6. അത് നമുക്ക് റെഡിമെയ്ഡായിട്ടാണ് പഠിക്കാം. LC അല്ല വന്നിരിക്കുന്നത്. അത് നമുക്ക് ഡെറിവേഷൻസ് ഒഴിവാക്കി വി സ്റ്റഡി ദ ഫോർമുല ആസ് 1/2π RC × √6. അവിടെയാണ് ഞാൻ Rഉം Cയും വ്യത്യസ്തമായുള്ള പ്രശ്നം പറയുന്നത്. കാരണം R1 C1 R2 C2 എന്നൊക്കെ പറഞ്ഞത് എഴുതി ഒരു കോംപ്ലിക്കേറ്റഡ് അവിയൽ വരുമായിരിക്കുന്നത്.
അപ്പോൾ അത് വേണ്ട. നമ്മുടെ കയ്യിൽ പ്രശ്നമൊന്നുമില്ല. ഒരേപോലത്തെ റെസിസ്റ്റേഴ്സും ഒരേപോലത്തെ കപ്പാസിറ്റേഴ്സ് എടുത്ത് ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ദ ഫോർത്ത് വൺ. അപ്പോൾ ഏതാ പഠിച്ചത് നമ്മൾ ആദ്യം? ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ. ഇത് മൂന്നിൻ്റെ പ്രത്യേകത. മൂന്നിൽ നമ്മൾ ടാങ്ക് സർക്യൂട്ടുകളാണ് ഉപയോഗിക്കുന്നത്. നാലാമത്തെ കേസിൽ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നതിന് ഒന്ന് മാറ്റി ആ ഇൻഡക്റ്റൻസ് വളഞ്ഞുള്ള സാധനത്തിനൊക്കെ നമുക്ക് മാറ്റി പകരം റെസിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി സ്റ്റേബിളായിട്ടുള്ള കേസ് കിട്ടുന്ന, കമ്പാരിറ്റീവ്ലി നമുക്ക് ലോ ഫ്രീക്വൻസി കിട്ടാവുന്ന ഒരു സർക്യൂട്ട് ഉണ്ടാക്കി. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഞാൻ ഡിസൈൻ ചെയ്തു. ഈ ഡിസൈൻ നമുക്ക് എല്ലാത്തിനും ബേസായിട്ട് എടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ 4 ഓസിലേറ്ററിൻ്റെ ബേസ് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ വിത്ത് ദ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്. അപ്പോൾ ചോദ്യം ഇതിനേക്കാളും ബെറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ സാധനത്തിലേക്കാണ് ഞാൻ ഇനി കിടക്കാൻ പോകുന്നത്. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺ. അഞ്ചാമത്തെ ഓസിലേറ്റർ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സൈസാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ക്രിസ്റ്റൽ ഓസിലേറ്റർ നിങ്ങൾ ഈ ഇതിലെല്ലാം നമ്മൾ നോക്കുന്ന ഒരു പോയിൻ്റ്, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ കപ്പാസിറ്റൻസിനെയോ ഇൻഡക്റ്റൻസിനെയോ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. കപ്പാസിറ്റൻസിനെയോ ഇൻഡക്റ്റൻസിനെയോ ഈവൺ ഫേസ് ഷിഫ്റ്റ് ആണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറും. ഈ വാല്യൂസ് എല്ലാം, ഈ കമ്പോണൻസിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ പറയുമ്പോൾ അത് വളരെ കോൺസ്റ്റൻ്റ് ആണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതേ വാല്യൂ 0.1 മൈക്രോഫാരഡ് ആണെങ്കിൽ ഫോർ എവർ 0.1 മൈക്രോഫാരഡ് എന്നൊക്കെ പറയാം. പക്ഷേ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്, റിയാക്റ്റൻസ് വരുന്നത്. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂവിനോ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂവിനോ ഈവൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനോ ചേഞ്ചുകൾ വരാം. അങ്ങനെ ചേഞ്ച് വന്നാൽ നമ്മൾ ഈ കാൽക്കുലേഷൻ പ്രകാരം കിട്ടുന്ന ഫ്രീക്വൻസി എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളുന്നുണ്ടോ? തുടക്കത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ F=1/2π√LC കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് 1000 ഹെർട്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1000 കിലോ ഹെർട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ 1000 കിലോ ഹെർട്സ് മാറി 1001 കിലോ ഹെർട്സ് ആയാലോ, 1050 കിലോ ഹെർട്സ് ആയാലോ, അല്ലെങ്കിൽ 900 കിലോ ഹെർട്സിലേക്കൊക്കെ മാറിയാലോ? അങ്ങനെ മാറാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ നമ്മൾ ജനറലായിട്ട് പറയുന്ന ഒരു ടേമാണ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ. ടോളറൻസ് നോർമൽ കേസുകളിൽ വളരെ ഇതായിട്ട് വരും. ഇവിടെയൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു പ്രാക്ടിക്കൽ കേസിൽ ഇവിടെ ഇത് പറയുന്നത് 0.002% ഒക്കെ ടോളറൻസ് വേരിയേഷൻ മാത്രമേ നമുക്ക് അലൗഡായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ഫ്രീക്വൻസി വളരെ കോൺഫിഡൻഷ്യലായിട്ട് വളരെ ക്രൂഷ്യലായിട്ട് വരുന്ന പല കേസുകളുണ്ടാവും. കൃത്യം അതേ ഫ്രീക്വൻസി 1000 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 1000 കിലോ ഹെർട്സ് 1001 നെവർ പറ്റില്ല. 999 999 പറ്റില്ല. ഇറ്റ് ഷുഡ് ബി എക്സാക്ട്ലി 1000 കിലോ ഹെർട്സ്. നമുക്ക് മറ്റേ ഇതുവരെ പഠിച്ച ഓസിലേറ്റേഴ്സിനെ ഒന്നും നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് 100% വിശ്വസിക്കാൻ പറ്റില്ല. ദെൻ വാട്ട് ഷാൽ വി ഡു? അവിടെയാണ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വന്ന് വി ഹാവ് ഹേർഡ് അബൌട്ട് ദ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്താണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്? എവിടെയോ കേട്ടു ഇതായിട്ടുള്ള ഒരു വാക്കാണ് പീസോ ഇലക്ട്രിക്. ഏതെങ്കിലുമൊക്കെ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഇതിൻ്റെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വൈബ്രേഷൻസ് ആ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ക്രിസ്റ്റലിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വിചാരിക്കും. ഈ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മെക്കാനിക്കൽ വൈബ്രേഷൻസ് ജനറേറ്റ് ചെയ്യും. വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി ഇറ്റ് വൈബ്രേറ്റ്സ്. ജസ്റ്റ് റിവേഴ്സ്, കൺവേഴ്സ് ഓഫ് ഇറ്റ്. If we supply mechanical or if we exert the mechanical vibrations, then electrical oscillations will be generated. ഇങ്ങനെ വരുന്ന ഇഫക്റ്റിനെയാണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ വൈബ്രേഷൻസ് കൊടുത്താൽ മെക്കാനിക്കൽ ഓസിലേഷൻസ് ഉണ്ടാക്കുന്നു. മറിച്ച് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ ഓസിലേഷൻസ് അതിലേക്ക് കൊടുത്താൽ ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യുന്നു.
കേട്ടത് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. ആ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് നമുക്കിവിടെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം. യെസ്, ഈ ഇഫക്റ്റ് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്ന ക്രിസ്റ്റൽസിന് വിളിക്കുന്ന പേരാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് വരുന്നതാണ് ക്വാർട്സ് ക്രിസ്റ്റൽ, ക്വാർട്സ്, ടൂർമുലീൻ. ഇതേ ടൈപ്പിൽ ഒരുപാട് ക്രിസ്റ്റൽസ്, ഒരുപാടില്ല, വളരെ ഒരു 5-6 കൂടി അങ്ങനെ വരാവുന്ന ടൂർമുലിൻ ക്രിസ്റ്റൽ, ക്വാർട്സ് ക്രിസ്റ്റൽ, ഇങ്ങനെ ചില ക്രിസ്റ്റൽസിലെല്ലാം ഇതേ ഇഫക്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. ഇൻ ഷോർട്ട്സ് ദേ ആർ കളക്റ്റീവ്ലി കോൾഡ് ആസ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്. ആ ക്രിസ്റ്റൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ ക്രിസ്റ്റൽസ് എല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ക്വാർട്സ് ക്രിസ്റ്റൽ ഹെക്സാഗണൽ ഷേപ്പിലായിരിക്കും. ഹെക്സാഗണൽ ഷേപ്പിൽ. ആറ് സൈഡ്, ഹെക്സാഗണൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, 6 സൈഡുള്ള ക്രിസ്റ്റൽ. ഈ 6 സൈഡുള്ള ക്രിസ്റ്റൽസിന് നമുക്ക് 3 ആക്സിസുകളെ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. എക്സ് ആക്സിസ് ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ ആക്സിസ്, വൈ ആക്സിസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ആക്സിസ്, സെഡ് ആക്സിസ് ഈസ് കോൾഡ് ഓപ്റ്റിക് ആക്സിസ്. മാഗ്നറ്റിക് ആൻഡ് ഓപ്റ്റിക്കൽ ആക്സിസ്. എക്സ് വൈ സെഡ് ഇതിൽ വരുന്ന ഈ ആക്സിസുകൾക്ക് പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും ക്രിസ്റ്റലുകളെ. നമ്മൾ ഡയമണ്ടൊക്കെ കട്ട് ചെയ്യുന്ന പറയുന്ന പോലെ എക്സ് കട്ട്, വൈ കട്ട്, സെഡ് കട്ട് എന്നൊക്കെ പറയും. എക്സ് കട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് എവിടെയാണോ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് അവനെ ഭംഗിയായിട്ട് ചെത്തി മിനുക്കി കൊണ്ടുവയ്ക്കുക. എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് അതിനെ കട്ട് ചെയ്ത് ആ ഷേപ്പാക്കി എടുത്താൽ വി കോൾ ഇറ്റ് ആസ് എക്സ് കട്ട് ക്രിസ്റ്റൽ. വൈ ആക്സിസ് ആണെങ്കിൽ വൈ കട്ട് ക്രിസ്റ്റൽ, വൈ ആക്സിസിന് പെർപെൻഡിക്കുലറാണ്. സെഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ സെഡ് കട്ട് ക്രിസ്റ്റൽസ്. എനിവേ ഇങ്ങനെ എടുക്കുന്ന ക്രിസ്റ്റൽസിൽ ഈ പ്രത്യേകത എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. ആ പർട്ടിക്കുലർ ക്രിസ്റ്റലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F=K/T എന്ന് പറയുന്ന ഒരു ഫോർമുല വെച്ചാണ് എഴുതുക. F=K/T, where T is the thickness, K is a constant related to the quality, thickness, അതിൻ്റെ നേച്ചർ, ഇതിനൊക്കെ ബേസ് ചെയ്ത് വരുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് അതിൽ വരുന്നത്. F=the frequency is K/T. ആ ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഓർമ്മയിൽ കിട്ടി, നമുക്ക് മനസ്സിലേക്ക് നല്ലൊരു ആശയം കിട്ടി. ടിക്ക് അനുസരിച്ച് ഫ്രീക്വൻസി നമുക്ക് മാറ്റാൻ സാധിക്കും. വളരെ വളരെ ലാർജ് ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ ടിയുടെ വാല്യൂ വളരെ കുറച്ചാൽ മതി. ടി ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ തിക്നെസ് ഓഫ് ദി ക്രിസ്റ്റൽ. അത് പക്ഷേ തിക്നെസ് വളരെ കുറച്ച് ബ്ലൈഡ് കനത്തിൽ ആക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക്. വളരെ സെൻസിറ്റീവാണ്, വളരെ ബ്ലൈഡ് കനത്തിലൊക്കെ തന്നെയാണ് എടുക്കുന്നത്. എങ്കിൽ അതിനേക്കാളും തിക്നെസ്സൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി കൂട്ടാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൺസ് ഫ്രീക്വൻസി കട്ട് ചെയ്ത് ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കിയാൽ ഇറ്റ്സ് ഫ്രീക്വൻസി ഈസ് ഓൾമോസ്റ്റ് എ കോൺസ്റ്റൻറ്റ്. ഈ ടോളറൻസ് എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടെ അപ്ലൈ ചെയ്യാം. ഇത് ഫ്രീക്വൻസിയിൽ 0.002% പോലും വേരിയേഷൻ വരില്ല എന്ന് പറയാൻ കാരണം അതിൻ്റെ ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് കാര്യങ്ങളൊക്കെ കോൺസ്റ്റൻറ്റുകളായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ കമ്പാരറ്റീവ്ലി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇതായിട്ട് വരുന്ന ഏറ്റവും നമുക്ക് ഇന്ന് വരെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയില്ല ഏറ്റവും നല്ല ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉള്ളത്, ഫ്രീക്വൻസി സ്റ്റേബിളായിട്ട് കിട്ടുന്ന ഹൈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാവുന്ന ഓസിലേറ്ററാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഇറ്റ്സ് എ ഫ്രീക്വൻസി ഈസ് F=K/T, where T is the thickness of the crystal. ഡ്രോബാക്ക് ഞാൻ പറഞ്ഞു, ആ തിക്നെസ് നമുക്ക് കുറയ്ക്കണം എന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട്. വളരെ ലാർജ് ഫ്രീക്വൻസി കിട്ടാൻ തിക്നെസ് വളരെ കുറയ്ക്കണം. പക്ഷെ ഒരു പരിധി വിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവൻ ഒടിഞ്ഞു പോകും.
ബ്ലേഡിനേക്കാളൊക്കെ കുറച്ച് കഴിഞ്ഞ് ചെറിയ ഇതായിട്ട് വരുമ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തിക്നെസ്സിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി വെച്ച് നമുക്ക് നോക്കിയാൽ പോലും ഹൈ ഫ്രീക്വൻസി നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു ക്രിസ്റ്റലിന് ഓസിലേറ്ററാക്കി വെച്ചാൽ. ക്രിസ്റ്റൽ സാധാരണ ഒരു ഓസിലേറ്റർ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു ഡാംപിഡിനെ അൺഡാംപിഡാക്കി മാറ്റാനുള്ള എല്ലാ സംവിധാനം വേണം. അല്ലാണ്ട് ഈ ക്രിസ്റ്റൽ വെറുതെ വെച്ച് നമുക്ക് ഇലക്ട്രിക്കൽ ഓസിലേഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് സ്വപ്നം കണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ബാക്കി എല്ലാ അനുസാരികളും അതിൻ്റെ കൂടെ വേണം. നേരത്തെ കാണിച്ചിരിക്കുന്നതിലുള്ള സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, ഈ വക എല്ലാ സാധനങ്ങളും ഇതേപോലെ തന്നെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് ഇതിനെ മാറ്റിയെടുക്കുന്നതാണ് നമ്മളുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ. അത് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കേസ്, നമ്മളുടെ കോൾപിറ്റ്സ് ഓസിലേറ്റർ ഉണ്ടല്ലോ, ആ കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ ഏതാ കോൾപിറ്റ്സ് ഓസിലേറ്റർ? 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്റ്റൻസ് കോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പഴയതുപോലെ R1, R2, RC, RE, CE, ഇവിടെ CIN. ഇവിടെ എന്താ ചെയ്തിരുന്നത്? ടാങ്ക് സർക്യൂട്ട് വരച്ചിരിക്കുന്നു. ടാങ്ക് സർക്യൂട്ടിൽ നമ്മൾ ചെയ്തത് 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്റ്റൻസ് കോയിലും. 2 കപ്പാസിറ്റൻസ് ഒരു ഇൻഡക്റ്റൻസ് കോയിൽ എന്നുള്ള സ്ഥലത്ത് നമ്മൾ വെക്കുന്നത് ക്രിസ്റ്റലാണ്. ഈ ക്രിസ്റ്റൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ക്രിസ്റ്റൽ. ഇവിടെ C1, C2. ഇവിടെ എന്തുണ്ടായി? ഇത് നമ്മൾ എർത്ത് ചെയ്യുന്നു, ഇവിടെ നിന്നെടുത്ത് ഇവിടേക്ക് കൊണ്ടുവരുന്നു. ഔട്ട്പുട്ട് നമ്മൾ എടുക്കാൻ ഇതേപോലെ. അപ്പോൾ കോൾപിറ്റ്സ് ഓസിലേറ്റർ മാറ്റിയ ചിത്രം വളരെ ഈസിയാണ്. വി ജസ്റ്റ് റീപ്ലേസ് ദ ഇൻഡക്റ്റൻസ് കോയിൽ ബൈ ദ ക്രിസ്റ്റൽ. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലായ്പ്പോഴും 2 മെറ്റാലിക് പ്ലേറ്റിനിടയ്ക്ക് ആ ക്രിസ്റ്റൽ ഈ വലുപ്പം കാണിച്ചതുള്ളൂ, ബ്ലേഡ് കാരണം ഉള്ളൂ കേട്ടോ, ഇങ്ങനെ വെച്ചിരിക്കുന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യും. ഹാവിങ് ദീസ് 2 ആസ് ദ പ്ലേറ്റ്സ് ആൻഡ് ദ ക്രിസ്റ്റൽ ആസ് ദ ഡൈഇലക്ട്രിക്. ക്രിസ്റ്റൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയമായിട്ട് ഇമാജിൻ ചെയ്യാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന വിധത്തിൽ നമുക്കതിനെ മാറ്റിയെടുക്കാം. അതിന് കറസ്പോണ്ടിങ് ആയുള്ള കപ്പാസിറ്റൻസ്, അതിൻ്റെ നേച്ചറും ക്വാളിറ്റിയൊക്കെ വെച്ച് അതിനൊരു കപ്പാസിറ്റൻസ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ആ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് മൗണ്ടിങ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഇറ്റ് വിൽ ആക്ട് ആസ് എ കപ്പാസിറ്റർ. സിംഗിളായിട്ട് നമ്മൾ വെക്കുമോ? സിംഗിളായിട്ട് വെക്കുന്നതിന് പകരം അതിനെ ഒരു സർക്യൂട്ടിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഇതേപോലെ സർക്യൂട്ടിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതി ഇതിൻ്റെ കൂടെ ഒരു LCR സർക്യൂട്ട് കണക്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. LCR ആൻഡ് ഹിയർ ദ മൗണ്ടിങ് കപ്പാസിറ്റൻസ്. ഇതാണ് ഫലത്തിലൊരു ക്രിസ്റ്റലിനെ നമ്മൾ സർക്യൂട്ടിലേക്ക്, ഏത് സർക്യൂട്ടാണ് ഞാൻ കാണിച്ചത്? കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്ന് പറയുന്ന സർക്യൂട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ആ കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ടിൽ നമുക്ക് വരുന്നത് Lഉം Cയും Rഉം അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂസാണ് കേട്ടോ. പുറമെ ഞാൻ വരച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതല്ല. ഇൻസൈഡ് ദ കപ്പാസിറ്റർ, ഇൻസൈഡ് ദ ക്രിസ്റ്റൽ കപ്പാസിറ്ററാക്കി മാറ്റിയിട്ടോ. ആ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ സീരീസ് LCR സർക്യൂട്ട്. എല്ലുണ്ടാവും, C ഉണ്ടാവും, അതിൻ്റെയൊക്കെ വാല്യൂസ് അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് വന്നിരിക്കുന്നു. അങ്ങനെ വരുന്ന സിറ്റുവേഷനാണ് നമുക്ക് ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ വരാവുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. ആ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് എക്സിബിറ്റ് ചെയ്യുന്ന ക്രിസ്റ്റലിന് ഭംഗിയായിട്ട് ചൂസ് ചെയ്ത് ഈ ഓപ്റ്റിക് ആക്സിസോ അല്ലെങ്കിൽ ഇലക്ട്രിക് ആക്സിസിനൊക്കെ ബേസ് ചെയ്ത് നമ്മളതിനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് 2 പ്ലേറ്റുകൾക്കിടയ്ക്ക് കൃത്യമായിട്ട് മൗണ്ട് ചെയ്ത് നല്ലൊരു ക്യാബിൻ്റെ ഉള്ളിലാക്കി ഒരു ക്രിസ്റ്റലാക്കി മാറ്റുന്നു, ഇലക്ട്രിക്കൽ കണക്ഷൻസ് കൊടുക്കാവുന്ന വിധത്തിൽ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ക്രിസ്റ്റലിനെ നമുക്ക് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ ഫ്രീക്വൻസി, ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണോ ആ ഫ്രീക്വൻസിയും ഇവിടുത്തെ ഫ്രീക്വൻസിയും മാച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് ഈ ഫ്രീക്വൻസി വരുന്നത്. F=K/T എന്ന് പറയുന്ന ഫ്രീക്വൻസി ഇറ്റ് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ക്രിസ്റ്റൽ. ആ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ഉണ്ടാക്കി നമ്മൾ എടുക്കുന്നു ബൈ യൂസിങ് ദി ആംപ്ലിഫയർ സർക്യൂട്ട്. അതിൻ്റെ ബാക്കി ഓക്സിലറി കമ്പോണൻസ് എല്ലാം ഉപയോഗിച്ച് നമ്മൾ അതിനൊരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നു. ഇഫ് ദാറ്റ് ഫ്രീക്വൻസി ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ക്രിസ്റ്റൽ ഇറ്റ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്
or in short we say that there is resonance is occurring. അങ്ങനെ റെസണൻസ് ഒക്കർ ചെയ്യുന്ന സമയത്താണ് ഇത് രണ്ടും ഈക്വലായിട്ട് വരിക. ആ ഒരു സിറ്റുവേഷനിലാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക. അതല്ലെങ്കിൽ രണ്ടും കൂടി മാച്ച് ചെയ്യാതെ വരും. ഇത് നാച്ചുറൽ ഫ്രീക്വൻസി വരാത്തതുകൊണ്ട് ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ചെറിയ തോതിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ല. അറ്റ് റെസണൻസ് ഓൺലി ഇറ്റ് വിൽ ആക്ട്, ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, ഈ വർക്കിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? F=1/2π√LC എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഈ സി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന സി. രണ്ട് ഫ്രീക്വൻസികളാണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന് സീരീസ് റെസണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനം FS = 1/2π/LC. വേറൊന്ന് അതിനേക്കാൾ ഒരു പൊടിക്ക് വ്യത്യാസം വരുന്ന ഒരു ഫ്രീക്വൻസി FP എന്ന് പറയുന്നത് പാരലൽ. അതിന് 1/2π/L CT എന്ന് പറഞ്ഞാൽ ഈ മൗണ്ടിങ് കപ്പാസിറ്റൻസും ആക്ച്വൽ കപ്പാസിറ്റൻസും തമ്മിലുള്ള സീരീസ് കോമ്പിനേഷൻ C+CM, where C is the frequency here, capacitance here, and CM is the mounting capacitance. അങ്ങനെ മൗണ്ടിങ് കപ്പാസിറ്റൻസും ആ ഒറിജിനൽ ഇൻസൈഡ് ഹിഡൻ കപ്പാസിറ്റൻസും തമ്മിൽ ഈ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C/CM C+CM. ആ ഫോർമുല വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും പ്രത്യേകിച്ചൊന്നും ചോദിക്കില്ല, അതിന് നിസ്സാര വ്യത്യാസങ്ങളുള്ളൂ. അതിൻ്റെ ടെക്നോളജി വെച്ച് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. ആ വ്യത്യാസങ്ങളാണ് നമ്മളൊരു അപ്പോൾ സീരീസ് റെസണൻറ്റ് ഫ്രീക്വൻസി എന്നോ അല്ലെങ്കിൽ പാരലൽ റെസണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ പറഞ്ഞാൽ ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. വൺ മോർ പോയിൻ്റ് ഈസ് റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഫാക്ടർ 1/R/LC എന്ന് പറഞ്ഞ് L/C എന്ന് പറഞ്ഞൊരു ഫോർമുല പഠിക്കും. ഏതിൽ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ് സീരീസ് റെസണൻറ്റ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ പാരലൽ റെസണൻറ്റ് സർക്യൂട്ട്സ്, ഈ സർക്യൂട്ടുകളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു ടേം പഠിക്കും. ഹിയർ ഓൾസോ ദ ക്വാളിറ്റി ഫാക്ടർ ഈസ് ഡിപ്പെൻഡിങ് ഓൺ R, L and C. ഇറ്റ് ഈസ് 1/R/L/C. അത് വളരെ ലാർജാണ്, ലാർജ് വാല്യൂ ആണ് നമുക്ക് പ്രിഫറബിളായിട്ട് വരുന്നത്. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ വളരെ ലാർജായിട്ടുള്ള വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഓസിലേറ്ററാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അത് നമ്മൾ കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ കൂടെ മെർജ് ചെയ്ത് ഇതുപോലെയാക്കി. അപ്പോൾ സർക്യൂട്ട് പഠിക്കാൻ എളുപ്പമാണ്. ഒരു കോൾപിറ്റ്സ് ഓസിലേറ്റർ പഠിച്ചാൽ ആ സർക്യൂട്ടിൽ ഇൻഡക്റ്റൻസ് കോയിൽ മാറ്റി മറ്റേ കോയിൽ വെച്ച് കഴിഞ്ഞാൽ കാര്യം ശരിയായി. ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന കേസുകളാണ്. ഓക്കെ, ഇതിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. എക്സ് കട്ട് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ കേട്ടോ, മാഗ്നറ്റിക് അല്ല, മെക്കാനിക്കൽ. സെഡ് എന്ന് പറയുന്നത് ഓപ്റ്റിക്. ഈ കട്ടിംഗ് ആണ് അത് ആക്ച്വലി അത് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓപ്റ്റിക് ആക്സിസിനെ ബേസ് ചെയ്ത് കട്ട് ചെയ്യുക, അപ്പോൾ ഇലക്ട്രിക്കൽ ആക്സിസിനെ ബേസ് ചെയ്ത് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ വൈ ആക്സിസിനെ ബേസ് ചെയ്ത് കട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് മെക്കാനിക്കൽ ആക്സിസിനെ ബേസ് ചെയ്ത് കട്ട് ചെയ്യുക ചെയ്താൽ അതിനനുസരിച്ചുള്ള പേരുകൾ നെയിമിങ് അവിടെ വന്നിട്ടുണ്ടാവും. ആ ക്രിസ്റ്റൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്രിസ്റ്റലാണ് മിക്കവാറും എല്ലാ ഓസിലേറ്റർ സർക്യൂട്ടുകളിൽ, അത് നമ്മുടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കേസിലൊക്കെ ആയിട്ട് അവിടെയൊക്കെ ആ ടൈം കൃത്യമായിട്ട് കീപ്പ് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ക്വാർട്സ് ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച്. ആ ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ വൈബ്രേഷൻസിനെ ബേസ് ചെയ്ത് കൃത്യം ടൈം, അതിന് യാതൊരു വ്യത്യാസവും വരില്ല. ഓസിലേഷൻ 4 അവർ എത്ര കൊല്ലം ഇരുന്നാലും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ് ടൈം ശരിയാക്കി എടുക്കുന്നത്. ഓരോ ദിവസം ഇന്ന് ഓഫ് ചെയ്ത് നാളെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമുക്കറിയാം നെറ്റില്ലെങ്കിൽ പോലും പിറ്റേ ദിവസത്തെ ടൈമാണ് കാണിക്കുന്നത്. അപ്പോൾ ടൈം നോക്കാനായിട്ട് അതിനനുസരിച്ച് അവിടെ എന്തൊക്കെ ചേഞ്ചുകൾ വരുന്നു അതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ പാസീവായിട്ട് അവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ക്വാർട്സ് ക്രിസ്റ്റൽസ് ഉപയോഗിച്ചുള്ള ഓസിലേറ്റ് സർക്യൂട്ടിലാണ്. ക്ലോക്ക് എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്സിലൊക്കെ ക്ലോക്കുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട്, കാരണം ഒരു സ്ക്വയർ വേവ് ജനറേറ്ററുകൾ യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഹയർ ലെവലിലാണെങ്കിൽ എന്താ പറയുക കോൺഫിഡൻഷ്യലായിട്ടുള്ള മെസ്സേജുകൾ പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മിലിറ്ററി സർവീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, നല്ല ടോളറൻസ് 0.002% ഇതായിട്ട് വരുന്ന അതിൻ്റെ വാല്യൂവിൽ കാര്യമായിട്ട് ചെറിയ വ്യത്യാസം പോലും വരാത്ത വിധത്തിൽ എക്സാക്റ്റ് ഫ്രീക്വൻസി കിട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടും കോട്ട് ചെയ്യാം.
കാരണം നമുക്ക് ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഈസി ആയിട്ട് മാറ്റാൻ പറ്റില്ല. ക്രിസ്റ്റൽ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ആ ഫ്രീക്വൻസിയെ പറ്റുള്ളൂ. വേറൊരു ഫ്രീക്വൻസി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ക്രിസ്റ്റൽ ഉപയോഗിക്കാൻ നിർവാഹമുള്ളൂ. ഈ ക്രിസ്റ്റൽ പറ്റില്ല. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത് അതിൻ്റെ തിക്നെസ്സിനെ ബേസ് ചെയ്ത ഫ്രീക്വൻസി. തിക്നെസ് കുറയും തോറും ഫ്രീക്വൻസി കൂടുന്നുണ്ടെങ്കിലും തിക്നെസ് ഒരു പരിധി വിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഫ്രാജൈലായിട്ട് മാറുന്നൊരവസ്ഥയിൽ ബ്രേക്കബിളായിട്ട് മാറുന്ന സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഇൻവേരിയബിളി മിക്കവാറും ഇലക്ട്രോണിക് സർക്യൂട്ടുകളെല്ലാം ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യും. അത് ക്രിസ്റ്റലിന് കോൾപിറ്റ് ഓസിലേറ്ററിലും മെർജ് ചെയ്യാം, ഹാർട്ട്ലി ഓസിലേറ്ററിലും മെർജ് ചെയ്യാം, ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എനിവേ ക്രിസ്റ്റലിന് കൃത്യമായിട്ടുള്ളൊരു നാച്ചുറൽ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റർ സപ്ലൈ ഉപയോഗിച്ച് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെസണൻറ്റ് ഫ്രീക്വൻസിയിൽ അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ മാക്സിമം ടോളറൻസിൽ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള നമ്മളുടെ സിലബസിൽ വരുന്ന 5 ഓസിലേറ്റേഴ്സ്. ഒരുപാട് ഓസിലേറ്റർ വേറെ ഉണ്ട്, വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, അങ്ങനെ പല വിധത്തിലുള്ള ഓസിലേറ്റേഴ്സ് ഉണ്ട്. എനിവേ 5 ഓസിലേറ്റേഴ്സ് നമ്മൾ കൃത്യമായിട്ട് ഒരേ ടൈപ്പ് സർക്യൂട്ട് ഉപയോഗിച്ച് ഞാൻ ഡിസൈൻ ചെയ്തു. പല വിധത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. എങ്ങനെയായാലും സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ആ സർക്യൂട്ടിൽ വേണ്ട വിധത്തിലുള്ള മോഡിഫിക്കേഷൻസ് നടത്തി. എന്തൊക്കെ മോഡിഫിക്കേഷൻസ് നോക്കാം. ടാങ്ക് സർക്യൂട്ട് ഉണ്ടാക്കുന്നതിലുള്ള വ്യത്യാസം, ടാങ്ക് വേണ്ട എന്ന് പറഞ്ഞ് RC ഉപയോഗിക്കുന്നു, ഇതും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ഉപയോഗിച്ച് ഇതായിട്ട് വരുന്നു. ബേസിക് ഫോർമുല 1/2π√LC ആണ്. അതിൻ്റെ മോഡിഫിക്കേഷൻസ് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇതാണ് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് ഞാനിത് ഇത് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓർ ഓസിലേറ്റർ. ഇത്രയും പാർട്ടുകൾ നമുക്ക് ഈ മൊഡ്യൂളിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഇതാണ് നമ്മളുടെ ഓസിലേറ്റേഴ്സിനെ കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ആശയങ്ങൾ. 5 സർക്യൂട്ടുകൾ, 5 ഓസിലേറ്റേഴ്സ്, അതിൻ്റെ വ്യത്യാസങ്ങൾ, അഡ്വാൻറ്റേജുകൾ, ഡിസഡ്വാൻറ്റേജസ് എല്ലാം ക്ലിയറാക്കി നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചിത്രങ്ങൾ ഞാൻ ഇവിടെ വരച്ച പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് വരച്ച് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. അതിൽ ഓരോ പാർട്ടിൻ്റെയും ആപ്ലിക്കേഷൻസ് നോക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓസിലേറ്റർ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ഓസിലേറ്റർ ഡിസൈൻ ചെയ്ത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വി ഷാൽ. ഓക്കെ, ബൈ.